സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റാഗി ഇടിയപ്പവും അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടി ഒരു 350 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു 12 കാഷ്നട്ട് ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടുന്നതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു പൊട്ടറ്റോ ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പൊട്ടറ്റോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയൊരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചിക്കൻ സ്റ്റൂവിന് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. ഞാൻ ഈ ഒരു ബോക്സിലുള്ള തേങ്ങ വെച്ചിട്ടാണ് 1-ാം പാലും അതുപോലെ തന്നെ 2-ാം പാലും എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇല്ലെങ്കിൽ ക്യാൻഡ് മിൽക്കോ അതല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡറോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി 3/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, അതായത് നല്ല ജീരകം. പിന്നെ വേണ്ടത് ഏലക്കയാണ്. ഞാനിവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറിയ ഏലക്ക ആയതുകൊണ്ട് ഒരു 5 ഏലക്ക ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 4 ഗ്രാമ്പുമാണ്. പിന്നെ വേണ്ടത് പട്ടയാണ്, അതായത് സിനമൺ സ്റ്റിക്ക്. 1 ഇഞ്ച് വലുപ്പമുള്ള സിനമൺ സ്റ്റിക്കും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളകാണ്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഹോൾ സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ ഫ്രഷായിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൂവിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത്. ജീരകമൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കത് എടുത്തു മാറ്റാം. ഞാനിപ്പോൾ കുക്കറിലാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഇത് തേങ്ങയുടെ 2-ാം പാലാണ് ചേർക്കുന്നത്. 1 കപ്പ് 2-ാം പാൽ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രഷായി പൊടിച്ച മസാലയുടെ പകുതിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ചിക്കൻ വേകുമ്പോഴേക്കും നമുക്ക് റാഗി ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. റാഗി ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് റാഗി പൗഡറാണ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് റാഗി പൗഡർ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 2 കപ്പ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇനി റാഗി പൗഡറും വെള്ളമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് വാട്ടിയെടുക്കുന്നത്. റാഗിക്ക് നല്ല വേവുള്ളതാണ്. അങ്ങനെ റാഗി പൗഡറും വെള്ളമായിട്ട് നന്നായി മിക്സ് ആവുന്നവരെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. സാധാരണ നമ്മൾ കഴിക്കാറുള്ള ഇടിയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല ഈ ഒരു റാഗി ഇടിയപ്പത്തിന് കിട്ടുന്നത്. വളരെ സോഫ്റ്റാണ് റാഗി ഇടിയപ്പം. റാഗി ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ റാഗിയുടെ തന്നെ നമ്മൾ പലതരം ഡിഷസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കൂ. അതിനകത്ത് നമ്മുടെ റാഗി പൊടിയും വെള്ളമായിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നതാണ്. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇതുപോലെ റാഗിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണെങ്കിൽ അടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും റാഗി ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പലതരത്തിൽ നമുക്ക് റാഗി കഴിക്കാവുന്നതാണ്. പുട്ടായിട്ട് ഉണ്ടാക്കിയിട്ടും ഇടിയപ്പം, സൂപ്പ്, അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ ഒരു റാഗി കഴിക്കാവുന്നതാണ്. എപ്പോഴും റാഗി കുറുക്കി കഴിക്കുന്നതിന് പകരം ഇതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒട്ടും മടുക്കാതെ തന്നെ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെന്താ നമ്മുടെ റാഗിയൊക്കെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെന്താ നമ്മുടെ റാഗിയൊക്കെ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു പാത്രത്തിൽ നിന്നും മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെന്താ നമുക്ക് റാഗിയുടെ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെന്താ ഒരു വിസിലൊക്കെ കഴിഞ്ഞ ശേഷം തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് ചിക്കനൊക്കെ നന്നായി വെന്തോ എന്നുള്ളതൊന്ന് നോക്കാം.
ഇനി നമുക്കൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഒരു 5 വെളുത്തുള്ളിയാണ് നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്താണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഇപ്പം 3 പച്ചമുളകാണ് വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർക്കാം. ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. അങ്ങനെ അത് ഉള്ളിയൊക്കെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ പേസ്റ്റാണ് ചേർക്കുന്നത്. അങ്ങനെ ഇതാ കാഷ്നട്ട് പേസ്റ്റൊക്കെ ചേർത്ത ശേഷം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 പാലാണ്, അതായത് കട്ടിപ്പാൽ. ഇതൊരു 3/4 കപ്പോളം വരുന്നുണ്ട്. ഇതും ചേർത്ത ശേഷം ഇനി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോവുകയുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബാലൻസ് മസാലയും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറി ലീവ്സും കൂടി ചേർക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മാവൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിയിലേക്ക് ചേർത്ത ശേഷം പിഴിഞ്ഞെടുക്കാം. അങ്ങനെ അത് കൈ പൊള്ളാതെയും അതുപോലെ തന്നെ കുഴയ്ക്കാതെയും പെട്ടെന്ന് തന്നെ ഇടിയപ്പം തയ്യാറാക്കാം. ഇടിയപ്പം തട്ടിലേക്ക് അല്പം തേങ്ങാപ്പീരയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടിയപ്പം പിഴിഞ്ഞ് ചേർക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഇടിയപ്പമൊക്കെ പീച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് വെച്ച് 10 തൊട്ട് 15 മിനിറ്റ് വരെയാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പമൊക്കെ നന്നായി വെന്ത് കിട്ടുന്നതാണ്. സ്റ്റൂവിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി താളിച്ച് ചേർക്കാം. അപ്പോൾ അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള 5 കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെയാണ് നമ്മുടെ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 5 കാഷ്നട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയാണ് ചേർക്കുന്നത്. എന്തായാലും ചിക്കൻ സ്റ്റൂ ഒക്കെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും അതുപോലെ തന്നെ കാഷ്നട്ടുമാണ് ചേർക്കുന്നത്. അങ്ങനെ ഉള്ളിയൊക്കെ ചേർത്ത ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ആ ഉള്ളിയുടെ ഫ്ലേവർ ചിക്കൻ സ്റ്റൂവിലേക്ക് ഇറങ്ങി വരുന്നതാണ്. അതിന് ശേഷമാണ് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ റാഗി ഇടിയപ്പമൊക്കെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് റാഗി ഇടിയപ്പം അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂവും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.